വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് എന്ന് പറഞ്ഞവരെ, തെറി പറഞ്ഞവരൊക്കെ ഇപ്പോൾ എവിടെയാണോ എന്തോ? അവരൊക്കെ എന്തു പറയുന്നു? കോടികൾ വന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കുമിഞ്ഞു കൂടിയപ്പോൾ ആ ഫണ്ട് മുഴുവനും പാവങ്ങൾക്ക് നൽകും എന്ന് വിശ്വസിച്ചിരുന്ന സാധാരണക്കാരെ നിങ്ങളിപ്പോൾ എവിടെയാണ്? ഉള്ളതൊക്കെ ഞുള്ളിപ്പെറുക്കി എടുത്ത് കൊടുത്തവർക്ക്, ആ കൊടുത്തവർ ഇതൊക്കെ ഒന്ന് ചോദ്യം ചെയ്യണം കേട്ടോ. നിങ്ങൾ ലക്ഷങ്ങളും കോടികളും നിങ്ങളുടെ കയ്യിലുള്ള ചെറുതും വലുതുമായ തുകകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തപ്പോൾ അത് ഉറ്റവരും ഉടയവരും സ്ഥലവും വീടും സർവ്വത നഷ്ടപ്പെട്ട പാവങ്ങൾക്ക്, സാധാരണക്കാർക്ക്, അനാഥരാക്കപ്പെട്ടവർക്ക് ലഭിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു നിങ്ങൾ, അല്ലേ? ഒരു വെള്ളി രൂപ പോലും കൊടുത്തിട്ടില്ല, ഒരൊറ്റ രൂപ പോലും കൊടുത്തിട്ടില്ല. ഇതിനെ നിങ്ങൾ ചോദ്യം ചെയ്യണം. കാരണം ഇത്രയും പ്രതിസന്ധിയുടെ നടുവിൽ നിന്നപ്പോൾ പോലും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മറന്ന് നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഒരു രൂപ പോലും, ഒരൊറ്റ രൂപ പോലും കൊടുത്തിട്ടില്ല സർക്കാർ, കേരളത്തിലെ സർക്കാർ. സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് കൊടുത്ത കണക്കല്ല നമ്മൾ ചോദിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ CMDRF ഫണ്ടിലേക്ക് സംഭാവന നൽകിയ തുക, അതിൽ നിന്ന് ഒരു രൂപയെങ്കിലും കൊടുക്കണമായിരുന്നു. കൊടുത്തിട്ടില്ല. അതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല, കേന്ദ്ര സർക്കാർ സഹായം നൽകുന്നില്ല എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ഘോരം പ്രസംഗിക്കുന്ന കമ്മികൾ, ഇപ്പം CJP ആണല്ലോ കമ്മികളെ, നിങ്ങൾ കേരളത്തിലെ സർക്കാരിൻ്റെ പണമല്ല ഞങ്ങൾ ചോദിക്കുന്നത്. കേരളത്തിലെ സന്മനസ്സുള്ള മലയാളികളും മലയാളികളെ സ്നേഹിക്കുന്നവരും ആ ദുരന്തം ഉണ്ടായപ്പോൾ സഹായിച്ചവരും, മെയ് മറന്ന് കൈ നീട്ടി സഹായിച്ചവർ, അവർ നൽകിയ ആ ഫണ്ട്, CMDRF ഫണ്ടിലേക്ക് വന്ന പൈസ അതിൽ നിന്നെടുത്ത് കൊടുത്തില്ല. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. എൻ്റെ ഈ പോസ്റ്റിനടിയിൽ വന്ന് തെറി പറയാൻ വരുന്ന കമ്മികളെ, നീയൊക്കെ പോയി പിച്ചെടുക്കാൻ എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ. CMDRF ഫണ്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിക്ഷേപിച്ച, അവർ നൽകിയ പൈസ അതുപോലും കൊടുക്കാതെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ മുഖ്യനും നിങ്ങളുടെ സർക്കാരും. ഇനിയെങ്കിലും ഈ സർക്കാരിനെ നിങ്ങൾ ചിന്തിച്ചേ വോട്ട് ചെയ്യാവുള്ളൂ. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തെണ്ടിപ്പെറുക്കി വാങ്ങിച്ച പൈസ ഒരു രൂപ പോലും കൊടുക്കാതെ എന്തിനാണ് അത് വെച്ചിരിക്കുന്നത്? ഒരു ശവം ദഹിപ്പിച്ചു, മരിച്ചുപോയ ഒരാളുടെ മൃതശരീരം ദഹിപ്പിച്ചതിന് 1.5 ലക്ഷം രൂപ, അല്ലേ? കൂടുതൽ ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. എങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന ഫണ്ട് 1 രൂപ പോലും ഈ സർക്കാർ, പിണറായി വിജയൻ്റെ സർക്കാർ കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ.